ഇതൊരു പുതിയൊരു സർക്കാരിൻ്റെ ഒരു പുതിയ ചുവടുവയ്പ് എങ്ങനെ കാണുന്നു? അല്ല, സർക്കാരിൻ്റെ പുതിയ ചുവടുവയ്പ്പല്ലേ. ആക്ച്വലി 2016 ഗവൺമെൻറ്റിൻ്റെ കാലം മുതൽ തന്നെ ശബരിമല ക്ഷേത്രത്തിൻ്റെ വികസനം ഗവൺമെൻറ്റിൻ്റെ അജണ്ടയിലെ പ്രധാനപ്പെട്ട ഒരു ഇനമായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് അന്ന് കോൺഗ്രസ്സുകാരനായിട്ടുള്ള പ്രയാർ ഗോപാലകൃഷ്ണൻ നമ്മുടെ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റായിരുന്ന സന്ദർഭത്തിൽ 2018 ഇവിടെ ഒരു പമ്പാ സംഗമം സംഘടിപ്പിച്ചത്. ആഗോള അയ്യപ്പ സംഗമം എന്നായിരുന്നില്ല അതിൻ്റെ പേര്, പമ്പാ സംഗമം എന്നുള്ള നിലയിൽ. നമ്മുടെ ദക്ഷിണേന്ത്യയിലെ 6 സംസ്ഥാനങ്ങളിലെ മന്ത്രിമാർ, തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രി ഒക്കെ പങ്കെടുത്ത, ആന്ധ്രയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും തെലങ്കാനയിൽ നിന്നെല്ലാം തന്നെ നൂറുകണക്കായിട്ടുള്ള ആളുകൾ പങ്കെടുത്ത വലിയ സംഘമായിരുന്നു. വികസനമാണ് ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ലക്ഷ്യം. ഞാനിപ്പോൾ ഒരു കത്ത് വായിക്കാം. അല്ല, വികസനമാണ് യഥാർത്ഥത്തിൽ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റ് ലക്ഷ്യമെന്ന് പറയുന്നത്. അതിനപ്പുറമുള്ള ഒരു കാര്യവുമില്ല. ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ശബരിമലയുടെ വികസനത്തിന് 2 കാര്യങ്ങൾ അത്യന്താപേക്ഷിതമാണ്. ഒന്ന്, ഇതിനെ ഒരു ദേശീയ തീർത്ഥാടന കേന്ദ്രമായിട്ട് പ്രഖ്യാപിക്കണം. 2, ശബരിമലയുടെ വികസനത്തിന് ആവശ്യമായിട്ടുള്ള വനഭൂമി സെൻട്രൽ ഗവൺമെൻറ് നൽകാനായിട്ട് തയ്യാറാവണം. ഇത് രണ്ടും നിരവധി സന്ദർഭങ്ങളിൽ തങ്ങൾ നൽകുമെന്നവർ പറയുന്നുണ്ടായിരുന്നു, പക്ഷെ ഒരിക്കലും നൽകിയിട്ടില്ല. അതാണ് നമ്മൾ ഇന്ന് ഫേസ് ചെയ്യുന്ന പ്രശ്നം എന്ന് പറയുന്നത്. ഇവിടെ രാജഗോപാൽ ഇവിടെ വന്ന് പ്രഖ്യാപിച്ചതാണ് ശബരിമല ദേശീയ തീർത്ഥാടന കേന്ദ്രമായിട്ട് കേന്ദ്ര ഗവൺമെൻറ് ഇതാ പ്രഖ്യാപിക്കുകയാണെന്ന്. പക്ഷേ അതിനെ തുടർന്ന് ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല. ഇതെന്തായിരുന്നാലും നമ്മുടെ ഈ ശബരിമലയുടെ വികസന വഴിയിലെ ഒരു സുപ്രധാന നാഴികക്കല്ലായിട്ട് ഇത് മാറുമെന്നുള്ള കാര്യത്തിന് സംശയമില്ല. കാര്യം ഈ അയ്യപ്പ ഭക്തന്മാർ രാജ്യത്തിൻ്റെ പല ഭാഗത്തുമുണ്ട്. അയ്യപ്പനാണ് ജീവനെന്ന് കരുതുന്ന ആളുകളുണ്ട്. തങ്ങളുടെ സമ്പാദ്യത്തിൽ ഒരു ഭാഗം അയ്യപ്പന് നിവേദ്യമായി സമർപ്പിക്കണമെന്ന് കരുതുന്ന ആളുകളുണ്ട്. അവർക്ക് അതിനുള്ള അവസരം ഒരുക്കി കൊടുക്കുക.